അപ്പം എന്നോട് ആദ്യമൊക്കെ തൂങ്ങി മരിച്ചോളം പറഞ്ഞു. കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും ശല്യം ഒഴിവാക്കി തരാനാ പറഞ്ഞിരിക്കുന്നത്. മൂത്ത മകനെ മദ്രസയിൽ വിട്ട് 2 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ പിഞ്ചു പൈതലിന് കൺമഷിയും പൗഡറും ഇട്ട് ബെഡിൽ കിടത്തിയുറക്കി കയറുകൊണ്ട് തന്റെ കഴുത്തിൽ കുരുക്കിട്ട് മരണത്തിലേക്ക് പോകുമ്പോഴും സബീന പൊട്ടിക്കരയുകയായിരുന്നു. മോള് മരിക്കണ സമയത്ത് അത്രയും വോയിസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവൻ ഇറങ്ങിപ്പോയി നമ്മൾ തൂങ്ങി മരിച്ചടി എന്ന് പറഞ്ഞിട്ട് ഓള് തൂങ്ങാൻ നിൽക്കുമ്പോൾ ഓൾക്ക് ഫോട്ടോ മുട്ടോത്തു എനിക്ക് ഇജോണ്ട് മരിച്ചടി അഞ്ചോട് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊലപാതകം അത്. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും നിരന്തരമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്കപ്പുറം ഭർത്താവിന്റെ ഉപ്പ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും മരണത്തിന് മുന്നേ ഏറെ വേദനയോടെ സബീന പറഞ്ഞിരുന്നത്രേ. ഈ അബു എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കാൻ 4 പ്രാവശ്യം മോളെ ശ്രമിച്ചിട്ടുണ്ട്. അബു പറഞ്ഞെന്താ വെച്ചാൽ സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിനൊക്കെ ലാഭം വേണം. ലാഭം വേണം വെച്ചാൽ മോളെ വേണം എന്നാ പറഞ്ഞത്. ആ വിവരങ്ങൾ 2-3 വട്ടം മോളുടെ രേഖത്ത് ശരീരത്തിൽ ടച്ച് ചെയ്തപ്പോ പിന്നെ ഉമ്മാട് പറഞ്ഞു, ഈ പിന്നെ ചെക്കന്റെ ഉമ്മാട് പറഞ്ഞു എന്റെ കുഞ്ഞുമ്മയാണ്. കുഞ്ഞുമാട് പറഞ്ഞു കുഞ്ഞുമ്മ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഉമ്മ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പറഞ്ഞ് ഇത് പിന്നെ ഇപ്പാടെ വീടാണ്. ആ ഇപ്പാടെ വീട്ടില് പിന്നെ ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പാടെങ്കിലും അങ്ങനെ ബുദ്ധിമോശം വന്നിട്ട് മറന്നാള് ഇനി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. നിരന്തരം സബീനയുടെ ഭർത്താവ് സൈനുൽ ആബിദ് ഡിവോഴ്സിനായി തന്റെ മകളെ നിർബന്ധിച്ചിരുന്നെന്നും അല്ലെങ്കിൽ തൂങ്ങി മരിക്കാനായി തന്റെ മകളോട് ആവശ്യപ്പെട്ടിരുന്നെന്നും സബീനയുടെ വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ വ്യക്തമായെന്നും ഈ ഉപ്പ പറയുന്നു. ഞാൻ എൻ്റെ അമ്മക്ക് മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് എൻ്റെ അപ്പാക്ക് വിളിച്ച് പറഞ്ഞു തന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഡൈവോഴ്സ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണേ കേൾക്കണം അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്തോളാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനത്തിന് വേണ്ട. ഇവിടെ നിൽക്കണ്ട് ഇറങ്ങി പോടി വലിച്ചടാ മോളെ, ഞാൻ നയിച്ച് നക്കിയിട്ട് ഇരിക്കല്ലടി, ഇജ്ജ് തൂങ്ങി മരിച്ചിട്ട് മരിച്ചാൽ തരാനുള്ള തരലടി എന്നാ പറയുന്നത്. അത് കൊട്ടി പറഞ്ഞിട്ടാണ് എനിക്ക് വിളിച്ച് കറിയുന്നത്. ഹലോ, എന്നോട് ഇവിടെ നിൽക്കാൻ നാളെന്ത് ചോദിച്ചിട്ട് ഇങ്ങോട്ടിട്ട് ഇങ്ങനെ പൊട്ടിക്ക് ഞാൻ എന്താ ഞാൻ ചെയ്യണ്ടേ? എനിക്കറിയില്ല. അതൊക്കെ ഇറങ്ങി പോയിക്കോട്ടെ. അന്നെ വേണ്ടെന്ന് ഞാനല്ലേ പറയുന്നത്. എന്തെങ്കിലും പ്രാന്താക്കുമ്പ മോള് വീഡിയോ വിട്ടാണിത്. ഇത് അസിനിയും ജസീനിയും ഓളെ ഉമ്മയും കൂടി പിടിച്ചു വെച്ചിട്ട് അബും ആബിദും അബ്ബാസും കൂടി ഒരു കാലുമ ടേബിൾ വെച്ച് തീറ്റാണിത്. എന്നിട്ട് ഇങ്ങനെ എന്താ ചെയ്ത് കാലുമ വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് കാല് വന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയിച്ചിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട്. അത് വേറെ ഫോൺ അവർ കൊടുത്തില്ല. ഫോൺ കൊടുക്കാണ്ട് റീചാർജും ചെയ്ത് കൊടുക്കില്ല. ഫോണും കൊടുത്ത് 4 ഫോൺ പൊട്ടിച്ച പോലെ ഇവിടെ അടിക്കണ കാര്യങ്ങള് ഇവിടെ അമ്മായിമ്മയും അമ്മാസനും ഇവരും അടിക്കണ ഫോട്ടോ ഞങ്ങളുടെയൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. തന്റെ മകളുടെ കെട്ടുതാലിയടക്കം മകളുടെ ഭർത്താവിന്റെ ഉപ്പ പണയം വെച്ചെന്നും മകൾക്കായി നൽകിയതെല്ലാം മകളുടെ ഭർത്താവും ഉപ്പയും കുടുംബവും വിറ്റ് തുലച്ചിട്ടും അവസാനം ഇന്നോവ കാർ മേടിക്കാൻ 10 ലക്ഷം നൽകണമെന്നും പറഞ്ഞായിരുന്നു വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മോളെ അവർ കൊന്നുകളഞ്ഞതെന്ന് പറയുമ്പോൾ ഉള്ളു പിടയ്ക്കുന്നുണ്ട് ഈ ഉപ്പയുടെ. എനിക്കറിയില്ല. ഞാൻ എന്താ ചെയ്യാ? എന്റെ കൈമത്തെ ദൂരം കൊടുത്താ പിന്നെ എന്തിനു മേടിച്ചാണോ കൈമത്തെ കൂലി കൊടുത്താ ഞാൻ എന്താ ചെയ്യാ? ഒന്നും ഇടാതെ എങ്ങനെയാ നടക്ക? ഞാന് മെയിനായിട്ട് പ്രശ്നം 10 ലക്ഷം റുപ്യ ലാസ്റ്റ് ഇന്നോവ എടുക്കാൻ വേണ്ടി 10 ലക്ഷം റുപ്യ ചോദിച്ച് അത് കൊടുക്കാനെ കൊണ്ട് സാമ്പത്തിക ഇല്ലാന്ന് പറഞ്ഞ്. ഇതൊന്നും ഇല്ലാതെ നല്ലൊരു പെൺകുട്ടിനെ കിട്ടുമെന്നേ നമുക്കൊന്ന് നോക്കി നോക്കാം. ഈ നോക്കിയൊക്കെ ഇന്ന പോലത്തെ ഒരു ചക്കനല്ലാതെ നല്ലൊരു ചക്കൻ എനക്ക് എൻ്റെ വീട്ടിൽ കണ്ടെത്തി തരും. ഇക്കിൻ്റെ ഭാര്യയോട് ഇഞ്ഞി വരാൻ പോണതിനോട് ഞാനിങ്ങനൊക്കെ തന്നെയാണ്. പറ്റാ നിൽക്കുക, പറ്റില്ലെങ്കിൽ പോവും. തന്നെ ഒരു കാര്യം വേണ്ടാന്ന് വെച്ചാൽ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. ഒരു ഭാരം മേടി ചുമലിൽ കയറ്റി വെച്ച് ആശ്വാസമാണ് ഇപ്പൊക്കെ. ഇപ്പൊ എന്നോട് ആദ്യമൊക്കെ തൂങ്ങി മരിച്ചോളം പറഞ്ഞു. കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും ശല്യം ഒഴിവാക്കി തരാനാ പറഞ്ഞിരിക്കുന്നത്. താൻ അനുഭവിച്ച സമാനതകളില്ലാത്ത പീഡനങ്ങളുടെ ഒട്ടേറെ തെളിവുകൾ അവശേഷിപ്പിച്ചാണ്
ഒട്ടേറെ സ്വപ്നങ്ങളെയും 2 പിഞ്ചു പൈതങ്ങളെയും ബാക്കിയാക്കി ചങ്ങരംകുളം കോഴിക്കര സലീമിന്റെ മകൾ സബീന മരണത്തിലേക്ക് നീങ്ങിയത്. ആ പീഡന കഥ ഇങ്ങനെ ൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ മോളുടെ ഒരു മരണത്തിന്റെ ഒരു കാരണമായിട്ട് നിങ്ങൾ വെച്ചാല് മോളെ കല്യാണം കഴിച്ചിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഉള്ള പ്രശ്നങ്ങളാണ്. സ്ത്രീധനത്തിന്റെ പ്രശ്നമാണ്. 7 വർഷമായി കല്യാണം കഴിച്ചിട്ട് 7 വർഷം കഴിഞ്ഞിട്ട് 15 ദിവസം കല്യാണം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞിട്ട് തള്ള ചോദിച്ചത് 100 പവൻ കിട്ടും, ഒരു കാറ് വേണം എന്നുള്ള ഒരു പീഡനം അന്ന് മുതൽ തുടങ്ങിയതാണ്. എൻ്റെ മോൾ 6.5 വർഷമായി സൈക്കിൾ തുടങ്ങിയിട്ട് ഇവനെ കൊണ്ടും അബ്ബാസിനെ കൊണ്ടും വാപ്പാനെ കൊണ്ടും ഉമ്മാനെ കൊണ്ടും മരുമോളെ കൊണ്ടും പെങ്ങളെ കൊണ്ടും എല്ലാവരെ കൊണ്ടും 5-6 ആൾ പേരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും ആദ്യமாக പീഡന കുട്ടി സഹിച്ചിരുന്നത്. പിന്നെ അവൻ്റെ പീഡനം ഭയങ്കര. ഞാൻ കാശ് കണ്ടമാനം കാശ് കൊടുത്ത് പല നിലക്കും കൊടുത്ത് പ്രശ്നങ്ങൾ ഇത് ഒരു 45 മധ്യസ്ഥകൾ വെച്ച് 45 മധ്യസ്ഥ അത് 40 പുറമെയാണ് ഞാൻ പള്ളി കമ്മിറ്റിക്ക് കൊടുത്തു. ആ പള്ളി കമ്മിറ്റിക്ക് മധ്യസ്ഥ കൊടുത്ത് 1 വർഷം 1.5 വർഷമായി. അന്ന് അവർ എന്ത് മധ്യസ്ഥ വെക്കുമ്പോഴും ഈ സെയിനും ഈ അബും ആമിനും മാത്രമേ ഉണ്ടാവുള്ളൂ, അവർ കുടുംബക്കാർ മാത്രം. എന്നിട്ട് ഇത് ഇനി കുഴപ്പമില്ല, ഇനി മേലൊന്നും ഉണ്ടാവില്ല, ഇനി പറഞ്ഞാൽ പറഞ്ഞ് പിറ്റന്നാൾ തെറ്റി കൊടുത്താൽ പിന്നെയും അവർ കൂട്ടിക്കൊണ്ടുപോയ മാക്സിമം ഒരു മാസത്തിൽ 3 പ്രശ്നങ്ങളും ഉണ്ടാവും. ഈ പിന്നെ മോളെ കൗത്ത് പിടിച്ചിട്ട് പിന്നെ ചെക്കൻ്റെ ഉപ്പ വലിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഈ മെയിനായിട്ട് പ്രശ്നം 10 ലക്ഷം ഉറുപ്പ്യ ലാസ്റ്റ് ഇന്നോവ എടുക്കാൻ വേണ്ടി 10 ലക്ഷം ഉറുപ്പ്യ ചോദിച്ച് അത് കൊടുക്കാനെ കൊണ്ട് സാമ്പത്തിക ഇപ്പം ഇല്ലയെന്ന് പറഞ്ഞ് അപ്പോൾ അത് കിട്ടണം എന്നുള്ള ഒറ്റ പീഡനം. പിന്നെ ഈ വീട്ടിലേക്ക് ഇവർ പല പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ അബും ഈ ചെക്കനും കൂടിയിട്ട് മോളെ ഭർത്താവും കൂടി വന്നിട്ട് ഭയങ്കര വിപ്ലവം വീട്ടിലൊക്കെ ഉണ്ടായി. അതിലൊക്കെ ഇടപെട്ട ആൾക്കാർ ജ്യേഷ്ഠന്മാരൊക്കെ അന്ന് അവർ ഇതാക്കി കയറ്റാണ് പള്ളി കമ്മിറ്റി കൊടുത്തത്. എന്നിട്ട് അവർ കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ അവരുടെ പള്ളി കമ്മിറ്റിയിൽ അത് സുലഹായി പോയതാണ്. വീണ്ടും ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ. പിന്നെ എൻ്റെ ATM നിന്ന് കണ്ടമാനം കാശ് പോകാൻ വലിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ATM കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്കതറിയില്ല, ഞാൻ എടുക്കും. ഞാൻ ആ ബാങ്കിലാണ് മെസ്സേജ് വരാത്ത ബാങ്കാണ്. അതിന് സംഖ്യ വലിച്ചിട്ടുണ്ട്. മൊത്തം ഇത് എൻ്റെ മോളെ കൊലപാതകമാണ്. അതിന് പോലീസ് ശ്രമിച്ചില്ല, നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പോലീസിന്റെ എന്താ വെച്ചാൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു മുൻഗണന പോലീസിന്റെ കയ്യിൽ നിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇത്രയും ദിവസം 10-53 ദിവസമായിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പ് പോലീസിനേക്ക് ഉണ്ടായില്ല. അത് എന്താണെന്ന് നമുക്കറിയില്ല. ഒരു വണ്ടി ഓടിയിട്ട് ചെക്ക് ചെയ്യാൻ നമ്മൾ ഉള്ള സ്ഥലങ്ങൾ കുറച്ച് പറഞ്ഞു കൊടുത്ത്, മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവിടെ ചോദ്യം ചെയ്യാനോ അവിടെ പോയി ചെക്ക് ചെയ്യാനോ പോലീസ് ഇന്നവരെ ശ്രമിച്ചിട്ടില്ല എന്ന് അത് പകൽപാൽ സത്യമാണ്. മോള് ഇപ്പോ എത്ര വർഷമായി ഇപ്പൊ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷം ഒരു 10-15 ദിവസമായി. അതെ, 10 ദിവസമായി. ഓക്കെ. എത്ര മക്കളായിരുന്നു മോൾക്ക്? 2 ആൺകുട്ടികളാണ്. 2 ആൺകുട്ടികളാണല്ലേ? എത്ര വയസ്സുള്ള മക്കളാണ്? മക്കൾക്ക് മൂത്തവനക്ക് 6.5 വയസ്സ്, മറ്റൊരു 2.5 വയസ്സ്. 2.5 വയസ്സല്ലേ? ഇപ്പോ അതിന് മുന്നേ ഒരുപാട് പറഞ്ഞിരുന്നു നിങ്ങളോട്, ഇപ്പോ കംപ്ലൈന്റ് പറഞ്ഞിരുന്നു? ഒരുപാട് 40-45 മധ്യസ്ഥ വെച്ചാലും ഇവിടെ കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. പിന്നെ ഈ അബു എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കാൻ 4 പ്രാവശ്യം മോളെ ശ്രമിച്ചിട്ടുണ്ട്. അബു പറഞ്ഞ എന്താ വെച്ചാൽ സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിനൊക്കെ ലാഭം വേണം. ലാഭം വേണം വെച്ചാൽ മോളെ വേണം എന്നാ പറഞ്ഞത്. ആ വിവരങ്ങൾ 2-3 വട്ടം മോളുടെ രേഖത്ത് ശരീരത്തിൽ ടച്ച് ചെയ്തപ്പോ പിന്നെ ഉമ്മാട് പറഞ്ഞു, പിന്നെ ചെക്കൻ്റെ ഉമ്മാട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുമ്മയാണ്. കുഞ്ഞുമാട് പറഞ്ഞു കുഞ്ഞുമ്മ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഉമ്മ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞ് ഇത് പിന്നെ ഇപ്പാടെ വീടാണ്. ആ ഇപ്പാടെ വീട്ടിൽ പിന്നെ ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പാടേക്കിൽ അങ്ങനെ ബുദ്ധിമോശം വന്നിട്ടുണ്ടെങ്കിൽ അത് മറന്നാൾ ഇനി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മോൾക്ക് വിളിച്ച് പറഞ്ഞ സംഭവങ്ങൾ. പിന്നെ പിന്നെ മരുവനോടും പറഞ്ഞു ഈ സംഭവം. മരുവനോട് പറഞ്ഞ് 2-3 പ്രാവശ്യം മരുവൻ പറഞ്ഞ് ഇനി ഇപ്പാടെ ഓട്ടോറിക്ഷയിൽ പോകണ്ട, ഇപ്പം അങ്ങനെ ഇനി ഇപ്പാനായിട്ട് വർത്താനം ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഈ പ്രശ്നത്തിന് വേണ്ടി വരെ കംപ്ലൈൻറ്റും ചെയ്യേണ്ട. എന്താ വെച്ചാൽ നമുക്ക് പണിയില്ല, എൻ്റെ വീടും അല്ല ഇപ്പം അവിടുന്ന് പറഞ്ഞേക്കും. അത് കാരണം ഇപ്പാട്ടെ ഓട്ടോറിക്ഷയിൽ ഇനി പോകേണ്ട, അടുത്ത വീട്ടിലെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ആ സംഭവങ്ങളൊക്കെ എന്നോട് മോള് പറഞ്ഞു. പക്ഷേ ഈ മോള് മരിച്ചപ്പോൾ അബു പറഞ്ഞത് വെച്ചാൽ നാട്ടു നടപ്പുള്ള സംഭവം ഇത്, ഈ മരിച്ചിട്ട് നാട്ടിൽ നടക്കണ സംഭവമാണിത്. അപ്പോൾ അത് കാരണം അതൊരു വിഷയമല്ലാതെ. അത് എന്താ അബു പറയാൻ കാരണം? മോള് മരണപ്പെടണം, ഇവർ കൊന്നതുമാണ് മരണപ്പെടണം എന്ന ഈ സംഭവം, ഈ അബു ചെയ്ത തെറ്റ് പുറത്തറിയില്ലല്ലോ. ഇത് കാരണം അതിനു വേണ്ടി ഒരു കൊല ചെയ്ത ആമിനും അബ്ബാസും അബും ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു സൂത്ര കൊലയാണിത്. അത്രയും ഇതായിട്ടുള്ള മോള് മരിക്കണ സമയത്ത് അത്രയും വോയിസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവൻ ഇറങ്ങിപ്പോയി പലാഴ്ച നമ്മൾ തൂങ്ങി മരിച്ചടി എന്ന് പറഞ്ഞിട്ട് ഓള് തൂങ്ങാൻ നിൽക്കുമ്പോൾ ഓൾക്ക് ഫോട്ടോ മുട്ടോർത്തു എനിക്ക് ഇതുകൊണ്ട് മരിച്ചടി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊലപാതകം. അത് മോള് വീഡിയോ വിട്ടാണിത്. ഇത് അസിനി ജസീനിയും ഓളെ ഉമ്മയും കൂടി പിടിച്ചു വെച്ചിട്ട് അബും ആബിദും അബ്ബാസും കൂടി ഒരു കാലുമ്പോൾ ടേബിൾ വെച്ച് തിരിച്ചാണിത്. എന്നിട്ട് ഇങ്ങനെ എന്താ ചെയ്ത്
കാൽമ വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് കാല് വന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയിച്ചിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട്. അത് വേറെ ഫോൺ അവർ കൊടുത്തില്ല. ഫോൺ കൊടുക്കാണ്ട് റീചാർജും ചെയ്ത് കൊടുക്കില്ല, ഫോണും കൊടുത്ത് 4 ഫോൺ പൊട്ടിക്കുക. ഇവിടെ അടിക്കണ കാര്യങ്ങൾ പിന്നെ അമ്മായിമ്മയും അമ്മാസനും ഇവരും അടിക്കണ ഫോട്ടോ ഞങ്ങളുടെയൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എടുത്ത ഫോണും ഈ മരുവനും തച്ചു പിടിച്ചിരിക്കണം. ഒരു വീഡിയോ എടുക്കാൻ എൻ്റെ മോൾക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല അവിടെ. ഒന്നാമത് റീചാർജ് കയറ്റി 7 കൊല്ലമായിട്ട് ഞാൻ തന്നെ മൊബൈൽ റീചാർജ് കയറ്റി കൊടുക്കല്. അപ്പൊ അത്രയും വലിയൊരു പീഡനമാണ് തള്ളിയും തന്തിയും മരോളും മകളും പിന്നെ ജ്യേഷ്ഠനും ഇവരും കൂടി ചെയ്തിരിക്കണം. അവരെ എന്തായാലും അറസ്റ്റ് ചെയ്യണം, എന്തായാലും അതിന് വേണ്ട ശിക്ഷ അവർക്ക് നൽകണമെന്ന് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് നീതി വേണം, ഏത് അറ്റം വരെ വേണം. ഈ നീതിക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. നീതി കിട്ടിയേ പറ്റുള്ളൂ. ഇനി ഒരാൾക്കും ഇതുപോലെ ഒരു അനുഭവം സംഭവിക്കാൻ പാടില്ല, ഒരു ജാതി മതത്തിനും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ അതിന്റെ ശേഷം 4 മരണം ഉണ്ടായി. അവർക്കൊക്കെ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മുടെ സാധാരണക്കാരനായ കാരണക്കാരാണ് പോലീസുകാർ ഇങ്ങനെ സാധനം. നമുക്കിത് നീതി വേണം. എന്താ വെച്ചാൽ 2 3 മരണപ്പോൾ കഴിഞ്ഞില്ലേ, അവരൊക്കെ അറസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ആയി. അവർ ഡോക്ടർമാരും മറ്റുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സാധാരണക്കാരായ കാരണക്കാരെ നമുക്ക് ഇത് നീതി കിട്ടാത്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നീതി വേണമെന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഏത് അറ്റം വരെ നമുക്ക് നീതിക്ക് വേണ്ടി പോരാടാൻ തയ്യാറാണ്.